ഇവിടെ ഉള്ളോളെ എന്തിനാണ് ആ പോകാൻ കണ്ട് കെട്ടിയിരിക്കുന്നത്? ഈ മനുഷ്യന്മാര് ഇങ്ങനെ പണിയോളം എടുക്കണം. അതുകൊണ്ടൊന്നും മനുഷ്യൻ പണിയൊന്നും എടുക്കാൻ. രാവിലെ എന്തായാലും ചായയും കടിയൊക്കെ ഉണ്ടാക്കി ഞാൻ കുടിച്ചതാണ്. മിക്ക ഞാൻ ചോറൊന്നും വെക്കാൻ നോക്കുവാണെന്നുണ്ടെങ്കിൽ വെച്ചിട്ട് തോന്നും. പിന്നെ ഇത് കഴിക്കണമൊന്നുമില്ല. ആരാണ് ഇനിയിപ്പോ അവിടെ ഇങ്ങനെ ബെല്ലടിക്കണത്? ഇല്ലാത്തൊരു കഷ്ടം. ഞാനാണ് കുഞ്ഞുമൂന്റെ അമ്മയാണ്. നിങ്ങളെന്നോ? നിങ്ങളെന്തപ്പ ഈ നേരത്ത്? ഓളും കുട്ടിയും പോന്നിട്ട് പിന്നെ കാണാനൊന്നും വരാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പൊ ഇങ്ങോട്ട് പോന്നതാണ്. മകൾ ഔത്തുണ്ട്. ഒരു കുട്ടിയുടെ പേരും പറഞ്ഞിട്ട് 24 മണിക്കൂർ അറന്റെ ഉള്ളിൽ ഇരിക്കലാണല്ലോ ഓൾക്ക് പണി. ഈ പെരന്റെ ഉള്ളിലത്തെ പണിയോളം എന്തേലും ഓൾ അറിഞ്ഞുണ്ടാ? വെച്ചുണ്ടാക്കാനും പണിയോളം എടുക്കാനും ഞാൻ ഉണ്ടല്ലോ, ഒരു വേലക്കാരത്തി. മകളോട് പറഞ്ഞോളോണ്ടേ മേലിളകിച്ച് എന്തെങ്കിലും പണിയോളൊക്കെ എടുക്കാൻ. അതേപോലെ ആ കുട്ടീനൊന്ന് നിലത്ത് വെച്ചിട്ടേ കളിപ്പിക്കാൻ പറഞ്ഞുണ്ടു. പെറ്റ അന്ന് തന്നെ ആസ്പത്രിയിൽ നിന്ന് ഇങ്ങോട്ട് കൊടുന്നാ മതിയായിരുന്നു. ഇതിപ്പോ അവിടെ നിന്നിട്ടാണ് കുട്ടിയൊന്നും ഓളെ ഒക്കത്തുനിന്നും കൂടി ഇങ്ങോട്ട് ഇറങ്ങണില്ല. പറഞ്ഞിട്ട് എന്താ കാര്യം? ഓരോരോ പഠിപ്പിച്ചിട്ട് ഇങ്ങോട്ട് വിടുമല്ലോ. ഇങ്ങനെ നോക്കി നിക്കൊന്നും വേണ്ട. ഓളുണ്ട് ഔത്ത അവിടെ ഉണ്ട്. അവിടെ പോയിക്കോളി. മകളെ സുഖവിവരം അന്വേഷിക്കാൻ വന്നിക്കണ ഉമ്മ എന്തൊക്കെയാ പറയണെന്നുള്ളതൊന്ന് ഒളിഞ്ഞൊന്ന് കേൾക്കാനെ വേണല്ലോ. ഉമ്മയും മകളും കൂടി. മോളെ ഇമ്മ നിങ്ങളെപ്പോഴാ വന്നേ? നിങ്ങൾ ഇരിക്കി, ഞാൻ അതപ്പ ഇങ്ങോട്ട് വരികയാണ്. കുട്ടി ഉറങ്ങാണല്ലേ? അപ്പം കൊണ്ട് ഉറങ്ങിയിട്ടുള്ളൂ. രാത്രി ഒന്നും ഉറങ്ങൂല, എപ്പോഴും കരച്ചിൽ തന്നെയാണ്. അത് ശരിയായിക്കോളും മോളെ. കുട്ടികളൊക്കെ അങ്ങനെ തന്നെയാണ്. രാത്രി ഉറങ്ങൂല, ചിലപ്പം പകല് കിടന്നുറങ്ങും, ഒക്കെ ചെയ്യും. അത് ശരിയായിക്കോളും. മാറുന്നു എല്ലാരും പറഞ്ഞേക്കുന്നുണ്ട്. പിന്നെ മോളെ അമ്മയുടെ കുട്ടീനെ ഒന്ന് താഴത്തൊക്കെ ഇങ്ങനെ കിടത്തി ശീലാക്കണട്ടാ. കുട്ടിക്ക് കൈച്ചൂട് തട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മയുടെ കുട്ടിയുടെ മേത്തുനിന്ന് ഇറങ്ങൂല. അതിനൊന്ന് കിടത്തി കളിപ്പിച്ചങ്ങാണ്ട് അടുക്കളയത്തെ പണികളൊക്കെ ഒന്ന് ചെയ്തു